ഹായ് ഹലോ എല്ലാവർക്കും വർഷ രംഗുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീട്ടിലുള്ള ചേരുവകൾ, നമ്മൾ ഗ്രോ ബാഗിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് വീട്ടിൽ കാച്ചി എണ്ണ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കീഴാർനെല്ലി. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ എണ്ണ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിടി കീഴാർനെല്ലി പറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വേരോട് കൂടി തന്നെയാണ് പറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കറിവേപ്പില, തുളസി, കൃഷ്ണ തുളസി, നീല തുളസി കിട്ടുമെങ്കിൽ അത് നന്നായിരിക്കും. അതൊരു പിടി കേട്ടോ. അതുപോലെ തന്നെ കറ്റാർവാഴ 3 തണ്ട്, പനിക്കൂർക്കയും ഞാനിവിടെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇത് തണ്ടോടുകൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇല വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാം. തുമ്പയുടെ ഇലയൊക്കെ നല്ലതാണ്. തുമ്പ വേരോട് കൂടി തന്നെ എടുക്കണം കേട്ടോ. അതായത് മുക്കുറ്റിയൊക്കെ, ജലദോഷം, അലർജി പോലുള്ള അസുഖമുള്ള ആൾക്കാർക്കൊക്കെ തലയിലിടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പേരയുടെ ഇല വേണം കേട്ടോ. പേരയുടെ ഇല താരനൊക്കെ പോവാൻ നല്ലതാണ്. പേരയുടെ ഇല ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതെല്ലാം കഴുകി കൊണ്ടുവരാം. നമുക്ക് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ വലിയ ജാർ തന്നെ എടുക്കാം. നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത ഇലകളെല്ലാം കഴുകി വെള്ളം വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 പേരയുടെ ഇല ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പനിക്കൂർക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ കയ്യിൽ ഒരു പിടി ഉണ്ട് കേട്ടോ. അതെല്ലാം എടുത്ത് നോക്കുമ്പോൾ തുളസി ഇല, കതിരും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കീഴാർനെല്ലി വേരോട് കൂടിയിട്ട് അത് പറിച്ചെടുത്തതിന് ശേഷം വേരിലെ മണ്ണൊക്കെ നന്നായിട്ട് കളയണം. എന്നിട്ട് നമുക്കത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരു പിടി. അടുത്തായിട്ട് നമുക്ക് അലോവേര അങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിന്റെ മുള്ളൊന്നും കളയണില്ല കേട്ടോ. അത് അരച്ചെടുക്കുകയാണേ. അപ്പോൾ മുള്ളൊന്നും കളയാതെ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മഞ്ഞ കളറ് ലിക്വിഡ് പോണ വരെ കുറച്ച് നേരം വെക്കണം കേട്ടോ. അത് ചൊറിച്ചിലുണ്ടാക്കും, ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ പൊട്ടിച്ച പാട ഉപയോഗിക്കരുത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ അലോവേരയിൽ നിന്ന് തന്നെ ഉള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുത്തുകൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് നോക്കാം ആദ്യം. നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് നന്നായിരിക്കുക. അപ്പോൾ ആ ഇരുമ്പിന്റെ കണ്ടന്റ് കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് കാച്ചുന്നത്. 200 ml വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 200 ml വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുവരെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. മിക്സ് ചെയ്ത് എടുക്കാം. അത് വെളിച്ചെണ്ണയും ഈ നമ്മൾ അരച്ച അരപ്പും കൂടിയിട്ട് നന്നായി യോജിക്കാൻ വേണ്ടി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിമാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ പാകം ചെയ്യാവൂ. വെളിച്ചെണ്ണ ഓവർ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ അതിന് ഗുണമല്ല ഉണ്ടാവുക, അതിനെക്കാട്ടി ഉപരി ദോഷം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വെളിച്ചെണ്ണ നമുക്ക് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം.
ലോ ടു മീഡിയത്തിൻ്റെ ഇടയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മണൽ പരുവമാവണം. നമ്മൾ ഈ അരച്ച ഇലയെല്ലാം അതിൽ കിടന്ന് മണൽ പരുവമാവുന്ന വരെ നമ്മളത് വെളിച്ചെണ്ണ കാച്ചിയെടുക്കണം. അപ്പോൾ ഞാൻ വീട്ടിൽ ഇവിടെ തയ്യാറാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഈ ഹെയർ ഓയില് ആഴ്ചയിൽ 2 ദിവസം തലയിൽ പുരട്ടിയാൽ മതി കേട്ടോ. തലയിൽ പുരട്ടിയിട്ട് ചില ആളുകൾ ഹെയറിൽ വെക്കുന്ന ആളുകളുണ്ട്. നീരിറക്കം പോലുള്ള അസുഖമുള്ള ആളുകളൊന്നും അങ്ങനെ ചെയ്യരുത്. തലയിൽ പുരട്ടിയിട്ട് നമുക്ക് പോയിട്ട് നന്നായി മസാജ് ചെയ്തിട്ട് കുളിച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഹെയറിൽ വെക്കുന്ന ചില ആളുകൾക്ക് ജലദോഷം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തലയിൽ സ്കാൾപ്പിലൊക്കെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കാം. കുളിക്കുമ്പോൾ എപ്പോഴും എണ്ണ തലയിൽ വെക്കരുത്. ഷാമ്പു ഇട്ടിട്ട് തന്നെ കഴുകി കളയണം. അതിൻ്റെ പതയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു 15 മിനിറ്റ് ആയിട്ടാണ് വെളിച്ചെണ്ണ കാച്ചെടുക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് നോക്കി നോക്കാം അത് മണൽപ്പരുവായോ എന്നുള്ളത്. അതിങ്ങനെ തൊടുമ്പോൾ നമുക്കിങ്ങനെ ഒരു തരി പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടണം. അപ്പോൾ നമുക്കിത് ആയിട്ടുണ്ട്. 15 മിനിറ്റ് നേരം എടുത്തു കേട്ടോ. ഞാനിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതാക്കി എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ കാച്ചി എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി മൂപ്പിച്ചെടുക്കണ്ട, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ഈ ചൂടോട് കൂടിയിട്ട് ഒരിക്കലും അരിച്ചെടുക്കരുത്. ഇപ്പം ഞാനിപ്പോൾ രാവിലെയാണ് വെളിച്ചെണ്ണ കാച്ചി എടുക്കുന്നത്. അപ്പോൾ ഇത് തണുക്കും. ഒരു വൈകുന്നേരം നേരമൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയി തണുത്തതിന് ശേഷം നമ്മളിത് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചിട്ട് വേണം നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത്രയും നേരം അത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതിലിരുന്നിട്ട് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങോട്ടോ. ഇപ്പം തന്നെ ഒരു ബ്ലാക്ക് കളറാണ് അതിന് നമ്മളുടെ വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ ആ ഇലയുടെയൊക്കെ കളർ ഇറങ്ങിയിട്ടുള്ള ഇതാണ് കേട്ടോ. ഈ സമയത്ത് വേണേൽ നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം നമ്മൾ ആയുർവേദ കടയിലൊക്കെ അങ്ങാടി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് വാങ്ങിച്ചിട്ട് കുറച്ചൊരു 5 ഗ്രാമൊക്കെ പൊടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കർപ്പൂരത്തിന്റെ വാസനയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചേർക്കാം കേട്ടോ. അല്ലാണ്ട് തന്നെ നമ്മളെ ഈ വെളിച്ചെണ്ണയുടെയും ഇലയുടെയും ഒക്കെ കൂടിയിട്ട് നല്ലൊരു മണമാണ് കേട്ടോ അതിന്. നല്ല എന്താ പറയുക മണമാണ് ഇപ്പം തന്നെ കിച്ചണിൽ. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ആ മണം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം കേട്ടോ. പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കാം. പക്ഷെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ചേർക്കുക. ഒരുപാടൊന്നും ചേർക്കരുത്. ഒരു 5 ഗ്രാമൊക്കെ അല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ചേർത്താൽ മതി. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്കത് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മളെ ഓയിൽ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നമ്മളെപ്പോഴും ഒരു തുണി വെച്ചിട്ട് വേണം ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് പിഴിഞ്ഞെടുക്കാം. നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം പിഴിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മാക്സിമം അതിലുള്ളത് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ പിഴിഞ്ഞ് എടുക്കണം. പിഴിഞ്ഞെടുത്തു കഴിഞ്ഞു. നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കാം. നമ്മളെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരളവിൽ നമുക്ക് 4 പേരുള്ള ഫാമിലിക്കൊക്കെ ഈ ഒരു 200 ml വെളിച്ചെണ്ണ വെച്ചിട്ട് കാച്ചിയാൽ മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കത് 2 മുതൽ
3 മാസം വരെ ഉപയോഗിക്കാം. നമ്മൾ സ്കാൾപ്പിലാണ് എപ്പോഴും ഹെയർ ഓയിൽ മസാജ് ചെയ്യേണ്ടത്. സ്കാൾപ്പിൻ്റെ റൂട്ട് ഭാഗത്താണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നമ്മളെ അറിയിക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം. താങ്ക്